നമസ്കാരം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ വിദേശത്തൊക്കെ പഠിക്കാനൊക്കെ ഉപരിപഠനത്തിന് പോകുന്നുണ്ട്. നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലി നേടുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ ഉഴപ്പി നടന്ന് ജീവിതം നശിപ്പിക്കുന്ന ഒരുപാട് മറ്റു കുട്ടികളുണ്ട്. പക്ഷേങ്കിൽ ജീവിതം മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ആളുകളുണ്ട്. അത്തരത്തിലുള്ള സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. +2-നും 10-ലൊക്കെ നല്ല മാർക്ക് മേടിച്ച് നല്ല രീതിയിൽ ഹയർ സ്റ്റഡീസിന് പഠിക്കാനായിട്ട് ഒരു യൂറോപ്പ് രാജ്യത്തേക്ക് പോയ ഒരു പയ്യൻ ആദ്യത്തെ 1-2 വർഷമൊക്കെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. ഒരുപാട് റെസ്റ്റോറൻറ്റുകളിലൊക്കെ പാർട്ട് ടൈം ജോലി ചെയ്തൊക്കെയാണ് പണം കണ്ടെത്തുകയും മുന്നോട്ടുള്ള പഠനത്തിനും മറ്റ് ചെലവിനൊക്കെ പണം കണ്ടെത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ കഷ്ടപ്പെട്ടാണ്. എന്നാൽ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ജോലി ചെയ്ത സമയത്ത് ഇവൻ പരിചയപ്പെട്ട ഒരു മറ്റ് രാജ്യത്തുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഇതേപോലെ തന്നെ ഉപരിപഠനത്തിന് വന്നതാണ്. അങ്ങനെ ഈ പയ്യനുമായിട്ട് പരിചയപ്പെടുകയും അവർ തമ്മിൽ ഇഷ്ടത്തിലാകുകയും ചെയ്തു. എന്നാൽ ഈ പയ്യന് സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നുള്ള ചിന്തയൊന്നും അവനില്ലായിരുന്നു. ചുമ്മാ ഇങ്ങനെ കറങ്ങി കിടക്കാൻ ഒരു പെണ്ണ്, കൊണ്ടു കിടക്കാൻ ഒരു പെണ്ണ് എന്ന് വേണത് ശരിക്കും പറഞ്ഞാൽ പറയാം. അങ്ങനെ ഇവർ തമ്മിലുള്ള റിലേഷൻ വളരെ മോശമാവുകയും ഇവരിങ്ങനെ കുറച്ചാൾ പുറത്തൊക്കെ ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇവൻ നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ എന്തോ ഇടയ്ക്ക് ഒത്തിരി ക്ലാഷായിട്ട് അവൻ മാറി താമസിക്കുകയൊക്കെ ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ ഇവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോലീസ് വരികയും അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവർ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഗർഭിണിയാണെന്നും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നും അവർ ഡിമാൻഡ് ചെയ്തു. വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവന് ട്രാവൽ ബാനാണ്. ഇവന് ആ രാജ്യത്തുനിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല. കാരണം ആ പെൺകുട്ടിയുടെ എംബസി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കേസാണ് ഇവനെതിരെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ എംബസി വിചാരിച്ചു കഴിഞ്ഞാൽ ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഇവനാണ് അതിനകത്ത് ആ കുഞ്ഞിന്റെ പ്രഗ്നന്റ് ആയതിന്റെ കാരണം ഇവൻ തന്നെയാണ്. ഒടുക്കം ഇവന്റെ നല്ലൊരു ഫാമിലിയാണ്, വളരെ റെപ്യൂട്ടഡായിട്ടുള്ള ഫാമിലിയാണ്. ഒരുപാട് ആൾക്കാർ പല രീതിയിൽ പൊളിറ്റിക്സിലും മറ്റ് മതപരമായ രീതിയിലും ഒക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. പക്ഷെങ്കിൽ ഈ ഒരു സംഭവം പുറത്തു വരാൻ നാണക്കേടാന്ന് അവർക്കറിയാം. പക്ഷെ ആ പെൺകുട്ടിയുടെ എംബസി വളരെ സ്ട്രോങ് ആയിരുന്നു. അവർ വെച്ച ഡിമാൻഡ് അവർ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഒടുക്കം ഇവന് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നു. ഒരു പെൺകുട്ടിയെ മറ്റു രാജ്യത്തുള്ള പെൺകുട്ടി വിവാഹം കഴിച്ചുകൊണ്ട് എന്താ കുഴപ്പം എന്ന് വേണം നമുക്ക് ചിന്തിക്കാം. പക്ഷേ പറ്റിപ്പോയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ലൈഫ് വളരെ ട്രാജഡി ആയിപ്പോയി. ഇവൻ കരുതിയ പോലൊന്നും അല്ലായിരുന്നു ഈ പെൺകുട്ടി. ശരിക്കും പറഞ്ഞാൽ കണ്ട ദിവസം മുതൽ ഈ പെൺകുട്ടി ഇവനെ എങ്ങനെ ട്രാപ്പിലാക്കാം എന്ന് കരുതിയാണ് എല്ലാവിധമായ കരുക്കളും നീക്കിയത്. ഇവന്റെ കയ്യിലെ പ്രോപ്പർട്ടികൾ, ഇവൻ ജോലി ചെയ്യുന്ന പൈസ, ഇതെല്ലാം തന്നെ ആ രാജ്യത്തെ നിയമത്തിന്റെ ഇതിൽ വെച്ചിട്ട് അവൾ കൈക്കലാക്കി. അവന്റെ വീട്ടിൽ യാതൊരുമായ വോയിസും അവൻ ഇല്ലാതായി. സ്വന്തം അപ്പനും അമ്മയും കാണണമെങ്കിൽ പോലും ഈ പെൺകുട്ടി പെർമിഷൻ കൊടുക്കേണ്ട രീതിയിലേക്ക് എത്തി കാര്യങ്ങൾ. വീട്ടുകാരായിട്ടും സഹോദരങ്ങളായിട്ടും എല്ലാം മാറി നിന്നു. ഏറ്റവും വലിയ പ്രശ്നം അവൻ ഫേസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ ഭക്ഷണം പോലും ആ വീട്ടിലുണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം അവർ കഴിക്കുന്നത്, ആ പെണ്ണ് കഴിക്കുന്നതും ആ മക്കൾ കഴിക്കുന്നതും വേറെ ഭക്ഷണമാണ്, അവരുടെ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ്. ആദ്യമൊക്കെ ഇതൊക്കെ സുഖമായിട്ട് തോന്നുന്നതിലും പിന്നെ വലിയ പ്രശ്നമായിട്ട് മാറി. ഞാൻ പറഞ്ഞത്, പല രാജ്യത്തും നമ്മുടെ കുഞ്ഞുങ്ങളും നമുക്ക് അറിയാവുന്ന പല ആൾക്കാരും പോയി പല ആൾക്കാരെയും കാണും. ചിലപ്പം ഇഷ്ടപ്പെട്ടോ, നമുക്ക് പൂർണ്ണ മനസ്സോട് ഇഷ്ടപ്പെട്ട് പോകാനാണ് ചിന്തയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് ടൈം പാസ് ആണെന്നൊക്കെ കരുതി പോയി പല ആൾക്കാരുടെയും കൂടെ നിൽക്കുമ്പോഴും അവർക്കും അതേ മെൻറ്റാലിറ്റി ഒന്നും ആയിരിക്കണമെന്നില്ല. ഇത്തരം ആസൂത്രിതമായി ചെയ്ത് നമ്മളെ ചിലപ്പം ട്രാപ്പിലാക്കാൻ ഒരുപാട് ആളുകൾ കാണും. നല്ലൊരു ഭാവി കണ്ട് നല്ല രീതിയിൽ പോകേണ്ട ഒരാൾ ചിലപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ട്രാപ്പിൽ പെടാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. താങ്ക് യു.